എല്ലാ നല്ല സാവകാശങ്ങൾക്കായി നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. I thank the Lord for this day, and I thank every grace that He has shown us to come into His presence and worship Him here today. ദൈവസന്നിധിയിൽ നമ്മൾ അല്പസമയമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലിനും ശക്തിക്കും കാരണമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരണം. Let's be prayerful in the presence of the Lord that us being here is a cause of victory and deliverance and healing for us. ഇന്ന് വായിച്ച സംഘത്തിലേക്ക് കടന്നു വരാം. 50-ാം സംഘത്തിനാണ് വായിക്കുവാൻ ഇടയായി തീർന്നത്. ദൈവം ശക്തനായ ന്യായാധിപതി എന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണുവാൻ ഇടയായി തീരും. Let's come to the psalm that we've just read. We can see that in this psalm God is depicted as a righteous and strong judge. അതിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Let's go to verse 4, please. He shall call to the heavens from above and to the earth that he may judge his people. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ, തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേൽ നിന്ന് ആകാശത്തെ ഭൂമിയെ വിളിക്കുവാനിടയായി. ദൈവം ന്യായാധിപതിയായ കർത്താവ് കടന്നു വരുവാൻ ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. Here we can see him calling, the Lord calling to the heavens above so that he may judge his people. We can see that the Lord's judgment on this earth is imminent. ഹല്ലേലൂയ. കോടതിയിൽ ഹല്ലേലൂയ സ്തോത്രം ജഡ്ജി നോക്കുന്നത് സാക്ഷി ഉണ്ടോ എന്നാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വായിക്കുന്നത് സാക്ഷിക്ക് വേണ്ടി അവൻ എന്തെന്നറിയാമോ, മേൽ നിന്ന് ആകാശത്തെ ഭൂമിയെയും വിളിക്കുവാനിടയായി തീരും. In a court of law, the judge examines to see if there are any witnesses. Just like that, the Lord is calling on the earth to the earth and the heavens to be his witness. ആരെയാണ് ദൈവം സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ആരെയാണ് ദൈവസ്ഥാനത്തിലേക്ക് അടുപ്പിക്കുന്നതിന് 5-ാമത്തെ വാക്യം കാണുന്നു. നമുക്ക് വായിക്കാം. We can see in verse 5 whom the Lord will gather together into his heavens. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. Gather my saints together to me, those who made a covenant with me by sacrifice. Praise the Lord. ഓരോ ദിവസവും ദൈവത്തോട് യാഗം കഴിച്ച് തന്നോട് നിയമം ചെയ്തത് ദൈവത്തിന്റെ വചനത്തെ താഴോട്ട് വാക്കി കാണുന്നു. സ്തോത്രം എന്ന് പറയുന്ന ഒരു യാഗമാണ്. ആ യാഗം കഴിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ദൈവസ്ഥലിൽ നിൽക്കുന്ന ആൾക്കാരെ ദൈവത്തിന്റെ സ്ഥലിലേക്ക് കൂട്ടുവാൻ സമയം ഏറ്റവും ആസന്നമായി. We can see that God will gather to himself the saints who have made a covenant with him by sacrifice. That is the sacrifice of praise. ലോകത്തിന്റെ ഓരോ സംഭവങ്ങളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ലോക രാജ്യങ്ങളിലേക്ക് തലയോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണങ്ങൾ ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. If we look around to the world around us, we can see that wars, famines and difficulties are all around us. ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീരണം. യേശുവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കൈവിട്ടു പോകുമോ, അതോ നമ്മൾ അവനോടൊപ്പം യാഗം കഴിച്ച് നിയമം ചെയ്ത് അവനോടൊപ്പം വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്നു ചിന്തിപ്പാനിടയായി തീരണം. Today let us examine ourselves to see whether we live in separation and purity, so that when we hear the trumpet on high, we will be gathered to himself in the heavens. എൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. Let's go to verses 14 and 15, please. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. Offer to God thanksgiving and pay your vows to the Most High. Call upon me in the day of trouble. I will deliver you and you shall glorify me. ഇന്ന് പൽക്കാലം നമ്മൾ ദൈവസ്ഥലിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുവാനുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ആദരങ്ങളിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. Today, if you are gathered here and you believe you have something to give to the Lord, it is only the praise that emanates from your mouth that you can give to him. അത് ആർക്കാ കൊടുക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു, അത്യുന്നതന് അല്ലല്ലോ നേർച്ചകളെ കഴിക്കുക, സ്തോത്രങ്ങളെ അർപ്പിക്കുവാനിടയായി തീരണം. So whom should we give our praise? We should be giving our praise and pay as a form of vow to the Most High. അങ്ങനെ നമ്മൾ സ്തോത്രയാഗങ്ങളെ കഴിക്കുന്നു എങ്കിൽ കഷ്ടകാലത്ത് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ദൂരത്തായിരിക്കത്തില്ല, അവൻ സമീപസ്ഥനായി കൂടെ ഇരുന്ന് ആ കഷ്ടങ്ങളിൽ നല്ല തുണയായി നമ്മളെ വഴി നടത്തുവാനിടയായി തീരും. If we give our praise and our thanksgiving to the Lord, then the Lord will be near to us when we call upon him in our day of trouble. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനിടയായി തീരും. I will deliver you and you shall glorify me. ഹല്ലേലൂയ. വിടുവിപ്പാനോ സഹായിക്കുവാനോ ആരുമില്ലെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തീരും. Even when there is no one else to help and deliver us, we will see the power of the Lord in our lives. ഹല്ലേലൂയ. അതിന്റെ 16-17 വാക്യങ്ങൾ നമുക്ക് നോക്കാം. Let's go to verses 16 and 17 of the psalm, please. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞുവല്ലോ. But to the wicked God says, what right have you to declare my statutes or take my covenant in your mouth, seeing you hate instruction and cast my words behind you?
ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ദുഷ്ടനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, എൻ്റെ ചട്ടങ്ങളെ അറിയിക്കണം, നിന്റെ നിയമത്തിൻ്റെ വായിൽ നിന്ന് എടുത്തു കളയുവാൻ എന്ത് കാര്യം? ഒരു ചോദ്യം അവനോട് ചോദിക്കുകയാണ്. Here, the Lord says to the wicked, what right have you to declare my statutes or take my covenant in your mouth? ഇന്ന് കാലം കടന്നു വന്ന ദൈവമക്കളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദൈവത്തിൻ്റെ ചട്ടങ്ങളും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ദൈവം വഴി നടത്തിയ വിധങ്ങളും നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. സ്വന്തം വഴിയിലേക്ക് പോകാതെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അത് ഭാഗ്യവാന്മാരായി തീരുവാനിടയായി തീരും. Today, I want to remind you, children of God, that we must never forget the statutes and commandments of the Lord and not do our own thing, but rather follow what He has commanded us. അത് നമ്മുടെ വായിൽ നിന്ന് എടുത്തു കളയരുത്. ഹല്ലേലൂയ. സാഹചര്യം അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം കൂട്ടിക്കളയുവാൻ ഇടയായി തീരരുത്. So it must never be removed from our mouths, and we must never willingly misinterpret scriptures. അടുത്ത വാക്യം വായിക്കും, നിന്റെ ശാസനയെ വെറുത്ത് എൻ്റെ വചനത്തെ നിന്റെ പുറകിൽ നിന്ന് എടുത്തു കളഞ്ഞുവല്ലോ. In the next line we read, seeing you hate instruction and cast my words behind you. Praise the Lord. ഹല്ലേലൂയ. ശാസനയെ വെറുക്കുക, ഇത് നമുക്ക് അല്പമായി ചിന്തിക്കാം. ദൈവമക്കള് ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ ശാസനയെ ഒരിക്കലും വെറുക്കുവാൻ പാടില്ല. Today, let us meditate on the idea of hating instruction or hating correction. The children of God must never hate correction. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ മാതാപിതാക്കളായിരിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ലിസൺ ചെയ്തേ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, അവരെ ശാസിക്കാറുണ്ട്. നമ്മളും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ശാസന ഒരിക്കലും ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. When you are a parent, you will often have to correct and instruct your children. When we were children, we never liked being corrected or instructed. ദൈവം നമ്മളെ പലപ്പോഴും പല വിധത്തിലും ശാസിക്കാറുണ്ട്. അത് ചിലപ്പോൾ ശിക്ഷണത്തിലൂടെ ആയിരിക്കാം, ഹല്ലേലൂയ, പോകേണ്ട വഴിയിൽ കൂടെ അതിനെ നടത്താറുണ്ട്. ഒരു ഇടയന് ആടിനെ ഹല്ലേലൂയ അവൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ അടിച്ച് ഹല്ലേലൂയ കൊണ്ടുപോകുന്നത് പോലെ ദൈവമായ കർത്താവ് നമ്മളെ എന്തെന്നറിയാമോ, ദൈവത്തിൻ്റെ ശാസനയാൽ ഓരോ ദിവസവും നമ്മളെ വഴി നടത്താറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാണ്. Just like a parent corrects his child, so the Lord instructs and corrects us in the way we should go, and by guiding us through His paths. We must never hate His instruction. ഹല്ലേലൂയ. ശാസന എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ മൂസാർ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. If we look at the root term for instruction or correction, we can say that in the Hebrew language it is termed Musa. അതിൻ്റെ അർത്ഥം വരുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും ദൈവത്തിൻ്റെ ശാസന ശിക്ഷണത്തിൽ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇത് This root word points to the instruction, correction of our Lord, both in our spiritual and our physical lives. എപ്പോഴാണ് ശാസന ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ശാസിക്കാറുണ്ട്. Firstly, when must a person be corrected? A person must be corrected when he commits a wrongdoing. രണ്ടാമത് കാണുന്നത്, ഒരു വ്യക്തി തെറ്റായ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആ വഴി തെറ്റാന്ന് പറഞ്ഞ് പലപ്പോഴും ശാസിച്ച് നേരായ വഴിയിലൂടെ ആ വ്യക്തിയെ നടത്താറുണ്ട്. Secondly, when a person embarks on a path of wickedness, then it is appropriate to have him corrected. മൂന്നാം നമ്മൾ കാണുവാനിടയായി തീർന്നത്, ഹല്ലേലൂയ, തനിക്കറിയാം ഹല്ലേലൂയ ഇത് തെറ്റാണെന്ന്, എന്നാലും ആ തെറ്റിലൂടെ നടക്കുമെന്നറിയാമോ അതിനെ ശാസിച്ച് ഹല്ലേലൂയ മുതിർന്നവർ പ്രായമുള്ളവർ ദൈവമൊക്കെ എന്നറിയാമോ അടിച്ച് നേരായ വഴിയിലൂടെ നടത്താറുണ്ട്. In the next, thirdly, when a person commits on a path of wickedness, then he can be corrected by someone who's older. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശാസന എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് നോക്കാം. Let us examine how important correction is in our lives through the word of God. നമ്മൾ വായിക്കുവാനിടയായി തീർന്ന് 50-ാം സംഘത്തിൽ കാണുന്നു, നിന്റെ ശാസനയെ ഹല്ലേലൂയ ആൾക്കാരെന്ത് ചെയ്യും, വെറുക്കുവാനിടയായി തീരും. അതിനുശേഷം അവൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങളെ പുറകോട്ട് എറിഞ്ഞു കളയുവാനിടയായി തീരും. In Psalm 50, we see that people hate instruction from the Lord and often cast His words behind them. ഇന്ന് പലകാലം ഈ വചനത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, ദൈവം ശാസിക്കുമ്പോൾ ദൈവം ശിക്ഷിക്കുമ്പോൾ നമ്മൾ മുഷിഞ്ഞു പോകുവാനല്ല, പുറകോട്ട് പോകുവാനല്ല, ദൈവത്തിൻ്റെ വചനം പുറകോട്ട് എറിഞ്ഞു കളയുവാനല്ല, ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ ആ ശാസനം നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയായി തീരും. Today, the Lord is speaking to you through His scriptures, that when He is instructing you, when He is correcting you, do not hate it and do not cast it behind you, but rather follow it, and it will be a cause of blessing to you. 104-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, 6, 7, 8 വാക്യങ്ങൾ വായിക്കാം. Let's go to Psalm 104 verses 6, 7 and 8, please. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴുകൊണ്ട് മൂടി വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവ നിന്റെ ശാസനയിൽ ഓടിപ്പോയി. നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി താഴ്വരകൾ താന്നു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു.
You covered it with the deep as with a garment. The waters stood above the mountains. At your rebuke they fled. At the voice of your thunder they hastened away. They went up over the mountains. They went down into the valleys, to the place which you founded for them. You have set a boundary that they may not pass over, that they may not return to cover the earth. ദൈവത്തിൻ്റെ ശാസനയാൽ നമുക്കറിയാം, ഹല്ലേലൂയ, ഭൂമി മുഴുവനും വെള്ളത്താൽ നിറയപ്പെട്ടു. എന്നാൽ ഭൂമിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശാസ്ത്രമെന്നറിയാമോ, ആ വെള്ളം എന്ത് ചെയ്തു? ഓടിപ്പോകുവാനിടയായി തീർന്നു. We can see that at the commandment or the rebuke of the Lord, the entire face of the earth was flooded with water. But when he rebuked the waters, they fled from his presence. മനുഷ്യൻ പലപ്പോഴും ദൈവത്തിൻ്റെ ശാസന കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അനുസരിക്കാറില്ല. എന്നാൽ പ്രകൃതി പോലും ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം എന്തറിയാമോ, അതുപോലെ അനുസരിപ്പാനിടയായി തീരും. When the Lord rebukes a person, he might rebel against the Lord, but we can see that even nature obeys the rebuke of the Lord. അത് വീണ്ടും മടങ്ങി വരാതെ വേണം എന്തെന്നറിയാമോ, ഹല്ലേലൂയ, മണൽ കൊണ്ട് അതിനൊരു അതിര് നിർച്ചിക്കുവാനിടയായി തീർന്നു. The Lord has set a boundary to the waters with a line drawn on the sand that it may not pass over it. നമുക്ക് വചനത്തിൽ കാണുവാനിടയായി തീരും. ഇവിടത്തോളം വരാം, നിന്റെ കോപം ഇവിടെ ശമിപ്പിച്ചിട്ട് മടങ്ങി പോകണമെന്ന് പറഞ്ഞ് കടലിന് അതിരിടുവാൻ കൽപ്പിക്കുവാനിടയായി തീർന്നു ദൈവമായ കർത്താവ്. We can see from the scriptures that the Lord has set a boundary to the waters and said, you can come this far, but you may pass no further. 1 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to 1 Samuel chapter 3 verses 12 and 13, please. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവൻ്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ അമർത്യായക കൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരുന്നു. In that day I will perform against Eli all that I have spoken concerning his house from beginning to end. For I have told him that I will judge his house forever for the iniquity which he knows, because his sons made themselves vile and he did not restrain them. നമ്മുടെ മക്കൾ പലപ്പോഴും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യണം? ശാസിക്കുവാനിടയായി തീരണം. ഇല്ല എങ്കിൽ ആ പാവ വഴിയിലൂടെ പോയി അവർ നശിക്കുവാനിടയായി തീരും. When our children commit an act of sin against the Lord, then we must correct them, or else they will follow the path of sin continually. 1 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുവാനിടയായി തീർന്നു. ഏലിയെ പറ്റി പറയുന്നത് താൻ പുരോഹിതനാണെങ്കിലും ഹല്ലേലൂയ തൻ്റെ മക്കളെ എന്ത് ചെയ്തില്ല? അവന് ശാസിക്കുവാനിടയായി തീർന്നില്ല. In 1 Samuel chapter 3 verse 12, we read that high priest Eli, even though he was a high priest, neglected to discipline and correct his sons. 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും എന്ത് ചെയ്തില്ല? ശാസിച്ചിട്ടില്ല. പല കാര്യങ്ങളും നമ്മുടെ മക്കളെ പറ്റി മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അത് നല്ലതെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുവാനല്ല, ആ സമയത്ത് അവരെ ശാസിച്ച് ഹല്ലേലൂയ സ്തോത്രം നേരായ വഴിയിൽ കൂടെ നടത്തേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. In verse 13 we read that even though Eli knew about the sins that his sons were committing against the Lord, he did not correct them. So we must not be like this. When we hear our children being spoken negatively by others, if they are in the wrong, then we must correct them of their wrongdoing. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ ആ ഭവനത്തിന് ശിക്ഷ വിധിക്കുവാനിടയായി തീരും. നമുക്കറിയാം ഹല്ലേലൂയ തൻ്റെ മക്കൾ എന്തറിയാം, ഒഫ്നിയും ഫീനഹാസും എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം പടയിൽ കടന്നുപോയപ്പോൾ പട്ടുപോകുവാനിടയായി തീർന്നു. And therefore the Lord says, I will judge the house of Eli because of the sins that he has committed. And we know that his sons, Hophni and Phinehas, fell in battle as judgment of the Lord. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, പിതാക്കന്മാരുടെ ശാസന ഹല്ലേലൂയ ഇപ്പം നിങ്ങൾക്ക് വേദന ഉളവാക്കുന്നുവെങ്കിലും പിന്നത്തേതിൽ വലുതായി കഴിയുമ്പോൾ അത് നമ്മുടെ തലയ്ക്ക് എണ്ണയായി തീരും, അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയായി തീരും. So let me remind the children in the congregation, even though the discipline of your parents might be difficult and painful for you, it will eventually turn into a blessing for you as you pass into adulthood. പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കളെ എങ്ങനെ ശാസിക്കണം, എങ്ങനെ വഴി നടത്തണമെന്ന് എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിന്റെ 18, 19, 20, 21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. In the Old Testament we are told how the people used to discipline their children. Let's go to Deuteronomy chapter 21 verse 18 to 21 onwards. അപ്പൻ്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവരെ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷഠനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി തങ്ങളുടെ ഈ മകൻ ഷഠനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനുമാകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവൻ്റെ പട്ടണക്കാരെല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇസ്രായേലെല്ലാം കേട്ടു ഭയപ്പെടണം.
If a man has a stubborn and rebellious son who will not obey the voice of his father or the voice of his mother, and who, when they have chastened him, will not heed them, then his father and his mother shall take hold of him and bring him out to the elders of the city, to the gate of his city. And they shall say to the elders of his city, This son of ours is stubborn and rebellious. He will not obey our voice. He is a glutton and a drunkard. Then all the men of his city shall stone him to death with stones. So you shall put away the evil from among you, and all Israel shall hear and fear. പഴയ നിയമത്തിലെ നിയമം ഇതായിരുന്നു, അപ്പനെയോ അമ്മയോ അനുസരിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവൻ ശിക്ഷാവിധിക്ക് യോഗ്യനായി തീരണമെന്ന്. എന്നാൽ പുതുനിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഈ നിയമം നടപ്പാക്കിയെങ്കിൽ എത്ര തലമുറ ഈ ലോകത്തിൽ കാണുമായിരുന്നു. In the Old Testament, it was a commandment given in the scriptures that any person who is rebellious against his parents would be subject to judgment. But today, in the New Testament, if this rule had been implemented, there would be many generations missing from among us. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൻ അമ്മമാരുടെ വാക്കുകൾ മക്കൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അത് അവർക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. But if we look into the Old Testament and the New Testament, the children are always exhorted to follow the voice of their parents so that they may be given a blessing. ഇവിടെ നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്, അപ്പനെ അമ്മയെ അനുസരിക്കാത്തൊരു മകനുണ്ടെങ്കിൽ അവനെ ശാഠ്യനും മത്സരമായ വ്യക്തിയാണെങ്കിൽ അവനെ എന്ത് ചെയ്യണം? കൊണ്ടുവന്ന് പട്ടണത്തിലെ മൂപ്പന്മാരുടെ പട്ടണത്തിലെ അവരുടെ വാതിക്കൽ കൊണ്ട് നിർത്തുവാനിടയായി തീരണം. Here we read that if there is a stubborn and rebellious person, a rebellious child, then he should be brought to the gate of the city and to the jurisdiction of the elders of the city. ഈ സമയത്ത് പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ ഉപദേശിക്കും. എന്നിട്ടും അവൻ നേരായ വഴിയിലൂടെ നടന്നില്ല എങ്കിൽ അവനെ കല്ലെറിഞ്ഞ് കൊന്നു കളയണമെന്നാണ് പഴയ നിയമത്തിലെ വ്യവസ്ഥ ദൈവം കൊടുക്കുവാനിടയായി തീർന്നത്. The elders of the city would attempt to advise him and correct him, but if they still did not obey, then they would be subject to death by stoning. ഈ പാപഭാരമെല്ലാം ഏറ്റ് ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പട്ടണത്തിന്റെ പുറത്തു പോയി നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. But today your punishment has all been taken by Jesus Christ, who was put to death outside the city gates. സദൃശവാക്യം 6-23 വാക്യം നമുക്ക് വായിക്കാം. Let's go to Proverbs chapter 6 verse 23 please. കൽപ്പന ഒരു ദീപവും ഉപദേശവും ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. For the commandment is a lamp and the law a light. Reproofs of instruction are the way of life. ജ്ഞാനിയായ ശലോമോന് തൻ്റെ തൂരിയിൽ കൂടി എഴുതുവാനിടയായി തീർന്നു. ശാസനയെ പറ്റി കൽപ്പന ഒരു ദീപമായി തീരുവാനിടയായി തീരും. King Solomon, the wisest of the wise, penned these verses saying, for the commandment is the lamp and the law a light. ഉപദേശം അധികം ആൾക്കാർക്കും ഇഷ്ടമല്ല. എന്നാൽ പറയുന്നത് ഉപദേശം നിന്റെ മുൻപിൽ ഒരു ടോർച്ച് പോലെ, ഒരു ലൈറ്റ് പോലെ നിനക്ക് പ്രകാശം പകരുവാനിടയായി തീരും. When we are corrected, oftentimes we hate it, but it will be as a lamp to you. നിന്നെ പ്രബോധിപ്പിക്കുന്നതും അല്ല നേരായ വഴിയിൽ കൂടെ നടത്തുന്നതും നിന്നെ ശാസിക്കുന്നതും ഒരു ജീവന്റെ മാർഗമായി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓടിക്കുവാനിടയായി തീരുമെന്ന്. Reproofs and rebukes and words of instruction are the way of life given by the scripture. സദൃശവാക്യം 27-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നോക്കാം. Let's go to Proverbs chapter 27 verse 5 please. മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലത്. Open rebuke is better than love carefully concealed. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കാണുവാനിടയായി തീർന്നത് പലപ്പോഴും ആൾക്കാർ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ അതിനെ പറഞ്ഞ് ക്ലിയർ ചെയ്യത്തില്ല, അവരെ സ്നേഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. Oftentimes, when people see an act of sin or wrongdoing, they do not correct it, but rather tolerate it. എന്നാൽ യഥാർത്ഥമായ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ കുറവോ തെറ്റുകളോ കണ്ടു കഴിഞ്ഞാൽ അത് ശാസിക്കുകയും പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും അതുണ്ട്. But if you truly love a person, then when you see them falling into sin or doing some wrongdoing, then it is your responsibility to correct them because you love them. ഹല്ലേലൂയ. നമ്മൾ പോകുന്ന വഴിയിൽ വലിയൊരു കുഴിയുണ്ടെങ്കിൽ ആ വഴിയിലൂടെ യാത്ര ചെയ്ത വ്യക്തി അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് പറയും, അവിടെ വലിയൊരു കുഴിയുണ്ട്, അത് സൂക്ഷിച്ചു പോകണം, ഇല്ല എങ്കിൽ നിങ്ങളുടെ വാഹനം അതിനകത്ത് ഹല്ലേലൂയ അകപ്പെടുവാനിടയായിത്തീരുമെന്ന് പറയും. If we truly like a person and they are about to travel on a road where there is a ditch, then you will tell them, be careful, there's a ditch on the road. അത് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവിടെ ചെന്ന് ആക്സിഡന്റ് ഉണ്ടാവാനിടയായിത്തീരും. നല്ല കൂട്ടുകാരനെ നമുക്കവിടെ നഷ്ടപ്പെടുവാനും ഇടയായിത്തീരും. But if we do not speak to them about this, then they will fall into the ditch and we might lose a close friend. ഇന്ന് പൽക്കാലം നമ്മൾ അടുത്തൊരു സ്നേഹിതനെ അധികമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വായിക്കുന്നത് അവനെ തുറന്ന് ശാസിക്കുവാനുള്ള അവകാശവും നമുക്ക് ലഭിക്കുവാനിടയായി തീരണം.
Today, the scripture reminds you that if you truly love a friend, then you also have the responsibility to openly rebuke അത് them. കേൾക്കുമ്പോൾ ആദ്യം അവർക്ക് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ പിന്നത്തേതിൽ അവരുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുമ്പോൾ മനസ്സിലാകും ആ ശാസിച്ചത് എനിക്ക് അനുഗ്രഹമായി തീർന്നല്ലോ എന്ന്. It might cause some pain and discomfort in the short term, but in the long term, they will understand that the correction that you've given them is a cause of blessing for them. സദൃശവാക്യം 29 1 വാക്യം വായിക്കാം. Let's go to Proverbs chapter 21 verse 1, please. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. He who is often rebuked and hardens his neck will suddenly be destroyed, and that without remedy. നമ്മളൊരു വ്യക്തി നന്നാവാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ശാസിക്കുന്നത്. Oftentimes we rebuke a person so that they might become better. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവരുടെ അടുത്ത് വീണ്ടും പറയുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല, ദേഷ്യം കടന്നു വരാറുണ്ട്. When we correct our child, oftentimes we have to do it over and over again, and they will be annoyed. ഇതുപോലെയാണ് സ്വർഗത്തിലെ നമ്മുടെ അപ്പച്ചനും പിതാവും പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മളെ ശാസിക്കാറുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ചങ്കിലെ രക്തത്താൽ ചോരയാൽ എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് മുഖാന്തരം വീണ്ടും തെറ്റുകളോ അല്ലെങ്കിൽ പാപങ്ങളോ ചെയ്യുമ്പോൾ വീണ്ടും ദൈവം നമ്മളെ ശാസിക്കുകയും അടിക്കുകയും ചെയ്യാറുണ്ട്. But just like this, our Heavenly Father rebukes us continually when He sees us commit acts of wrongdoing, because He has given the blood of His precious Son as redemption for us. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് കൂടെ ശാസിച്ചിട്ടും വീണ്ടും ശാഠ്യം കാണിക്കുന്നു എന്നറിയാമോ, അവന് നീക്കുപോക്കില്ല, അവൻ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് നശിച്ചു പോകുവാനിടയായി തീരും. Here we see it is written that he who is often rebuked and hardens his neck will suddenly be destroyed, and that without remedy. ഇപ്പം നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനേകം പേര് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി തീർന്നിട്ട് ഹല്ലേലൂയ ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പോലും വരാതെ വീണ്ടും വന്നിട്ട് വീണ്ടും ഹല്ലേലൂയ വാളെടുത്ത് അനേകം പേരെ കൊല്ലുന്നതായിട്ട് ന്യൂസ് പേപ്പറിൽ ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. We can see in news reports that in India and many parts of Kerala that many people are falling into a drug and alcohol addiction, and even after many rehabilitation efforts they still remain in the same lifestyle and commit crimes and kill people. ഇങ്ങനെയുള്ള അന്ത്യവും ഇതുപോലെ സംഭവിക്കുവാനിടയായി തീരും. അവരും പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുവാനിടയായി തീരും. And for such people they will suddenly be destroyed and taken from this earth, and there will be no remedy for them. യെശയ്യാവിന്റെ പുസ്തകം 66 അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ നോക്കാം. Let's go to Isaiah chapter 66 verses 15 and 16, please. യഹോവ തൻ്റെ കോപത്തെ ഉഗ്രതയോടും തൻ്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിഹിതന്മാർ വളരെയായിരിക്കും. For behold, the Lord will come with fire, and with his chariots like a whirlwind, to render his anger with fury, and his rebuke with flames of fire. For by fire and by his word the Lord will judge all flesh, and the slain of the Lord shall be many. യേശു കർത്താവിൻ്റെ ആദ്യത്തെ വരവ് മനുഷ്യരാശിയെ മുഴുവനും സ്നേഹിക്കുവാൻ വേണ്ടി, അവരെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഉഗ്രകോപത്തോടെ ഹല്ലേലൂയ അഗ്നിജാല പോലെ ചിലതിനെ ശാസിക്കുവാൻ വേണ്ടിയാണ്. The first advent of Christ was to redeem mankind and to show them love, but the second advent of Christ will be with his fire and his anger to judge the people. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് അഗ്നിജാല പോലെ അവൻ പ്രത്യക്ഷനാകും, അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷമാകുവാൻ പോകുകയാണ്. Here we read, to render his anger with fury and his rebuke with flames of fire. ദൈവത്തെ അനുസരിക്കാത്ത സകലരെയും 16 വാക്യത്തിൽ വായിക്കുന്ന യഹോവ അഗ്നി കൊണ്ടും വാളുകൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കുവാൻ യേശു കടന്നു വരാൻ പോകുകയാണ്. In verse 16 we read, for by fire and by his word the Lord will judge all flesh. യേശു രണ്ടാമത് കടന്നു വരുന്നത് ഒരു ന്യായവിധിക്ക് വേണ്ടിയാണ്. Praise the Lord. Hallelujah. The second coming of Christ is to execute judgment on the people. അതിനു മുൻപേ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങി വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്നുവെങ്കിൽ ആ നിത്യ ന്യായവിധിയിൽ നിന്ന് വലിയൊരു വിടുതൽ പ്രാപിക്കുവാനിടയായി തീരും. But if you stand prepared and if you stand in holiness and purity, then you will receive your blessing and your reward. 2 തിമോഥെയോസ് 3 അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ വായിക്കാം. Let's go to 2 Timothy chapter 3 verses 16 and 17, please. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസികമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. All scripture is given by inspiration of God and is profitable for doctrine, for reproof, for correction, for instruction in righteousness, that the man of God may be complete, thoroughly equipped for every good work. ദൈവത്തിന്റെ വചനം ദൈവത്താൽ ശാസ്ത്രീയമാണ്. ദൈവത്തിന്റെ വാക്കിനാൽ ഉളവാക്കതാണ് ദൈവത്തിന്റെ വചനം.
All scripture is given by inspiration of God. ദൈവം ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും സൽപ്രവൃത്തി പ്രാപിച്ച് തികഞ്ഞവർ ആകുവാനിടയായി തീരണം. The Lord desires that every human being becomes a man of God and a complete man of God. അതിനുവേണ്ടിയാണ് ദൈവവചനത്തിൽ ഉപദേശനവും ശാസനവും ഗുണീകരണവും നീതിയുടെ അഭ്യാസനവും അത് നമുക്ക് പ്രയോജനത്തിന് കാരണമായി തീരുവാനിടയായി തീരും. And that is why the scripture is designed for doctrine, for reproof, for correction, and for instruction in righteousness. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വളർന്നു വരണം, ചെറുതായി പോകുവാനല്ല. ഹല്ലേലൂയ. മറ്റുള്ള ബന്ധക്കാരോ ചർച്ചക്കാരോ നമ്മുടെ കൂട്ടുള്ളവരോ പലപ്പോഴും ആഗ്രഹിക്കാറില്ല നമ്മളെ വളർത്തിക്കൊണ്ട് വരുവാൻ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം? വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. The Lord desires that we may grow up to be a complete man of God through the reading of His scriptures, even when other people around us, our friends and family, may not desire for you to grow. അതിനുവേണ്ടി ദൈവം നമ്മുടെ ഉപദേശനത്തിലും ശാസനത്തിലും ഗുണീകരണത്തിലും നീതിയുടെ അഭ്യാസനത്തിലും ദൈവം നമ്മളെ ഓരോ ദിവസവും പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. And that is why the Lord teaches us through His doctrine, through His reproofs, through His correction, and through His instruction in righteousness. നമുക്ക് നോക്കാം. മാർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കാം. Let's go to the Gospel of Mark chapter 1 verses 23 to 26 please. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസറേയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. Now there was a man in their synagogue with an unclean spirit, and he cried out, saying, "Let us alone. What have we to do with you, Jesus of Nazareth? Did you come to destroy us? I know who you are, the Holy One of God." But Jesus rebuked him, saying, "Be quiet and come out of him." And when the unclean spirit had convulsed him and cried out with a loud voice, he came out of him. കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയത്ത് പള്ളിയിൽ കടന്നു ചെന്നപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ കാണുവാനിടയായി തീർന്നു. When our Lord Jesus Christ was living in this earth, he went to the synagogue, and a man with an unclean spirit met him. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്നറിയാം നിലവിളിക്കുവാൻ തുടങ്ങി. നസറേയനായ യേശുവേ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ എന്നെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നു ചോദിച്ചു. And when the man saw Jesus, he cried out loudly, saying, "Let us alone. What have we to do with you, Jesus of Nazareth? Did you come to destroy us?" അശുദ്ധാത്മാ പറയുകയാണ്, നീ ആരെന്നറിയാം, ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് പറയുവാനിടയായി തീർന്നു. And the unclean spirit says, "I know who you are, the Holy One of God." മനുഷ്യന് പലപ്പോഴും അറിയത്തില്ല ദൈവം ആരെന്ന്. എന്നാൽ പിശാചുകൾ പോലും പറയുകയാണ് ദൈവം പരിശുദ്ധനായ കർത്താവാണെന്ന്. Oftentimes, man does not understand who the Lord is, but a demon knows perfectly well who the Lord is, the Holy One. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവനിൽ കടന്നു പോകുവാനിടയായി തീർന്നു. And when Jesus had commanded him, the unclean spirit had convulsed the man and then cried out with a loud voice and came out of ഈ him. സമയത്ത് യേശു അതിനെ ശാസിക്കുവാനിടയായി തീർന്നു. സാത്താന്റെ മേല്, ഹല്ലേലൂയ സ്തോത്രം, അന്ധകാര ശക്തിയുടെ മേല് വലിയൊരു അധികാരം ദൈവത്തിനുണ്ട്. ആ അധികാരം നമുക്ക് തന്നിട്ടുണ്ട് അതിനെ ശാസിക്കുവാൻ വേണ്ടി. Why did it come out? Because Jesus had rebuked him. So we must remind ourselves that as children of God, the Lord has given authority over unclean spirits to you. അന്ധകാര ശക്തി നമ്മുടെ ദേശത്തിലും കുടുംബത്തിലും പ്രബലമായി വരുമ്പോൾ അത് കണ്ടിട്ട് സാരമില്ലെന്ന് പറയുവാനല്ല, ദൈവസ്ഥനിൽ മുഴങ്കാലും മടക്കി ആ ഉയരത്തിലെ ശക്തി പ്രാപിച്ചിട്ട് അതിനെ അന്ധകാര ശക്തിയിലെ ശാസിക്കുവാനുള്ള സ്വർഗീയ ബലവും സ്വർഗീയ ശക്തിയും ദൈവസ്ഥനിൽ നമ്മൾ ഏറ്റെടുക്കുവാൻ ഏറ്റവും ആവശ്യമാണ്. When we see the forces of darkness around you, we must not stay silent and still, but rather pray on our knees to the Lord, and He will empower you with His power to combat these forces of darknesses. ആദ്യം നമ്മൾ കാണുവാനിടയായി തീർന്നു ദൈവത്തിന് പ്രകൃതിയുടെ മേൽ വെള്ളത്തിന് മേൽ അധികാരമുണ്ട്. രണ്ടാമത് നമ്മൾ കണ്ടത് സാത്താന്റെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. മൂന്നാമത് നമുക്ക് നോക്കാം മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങൾ. We saw that the Lord has power over nature. Then we saw that the Lord has power over evil spirit. Now let us turn to Mark chapter 4 verses 38 to 40 please. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി, "ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ?" എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട്, "അനങ്ങാതിരിക്കുക, അടങ്ങുക" എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, "നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ?" എന്ന് പറഞ്ഞു. But he was in the stern, asleep on a pillow. And they awoke him and said to him, "Teacher, do you not care that we are perishing?" Then he arose and rebuked the wind and said to the sea, "Peace, be still." And the wind ceased, and there was a great calm. But he said to them, "Why are you so fearful? How is it that you have no faith?" നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയത്ത് പകലത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പടകിൽ അമരത്ത് തലവണ വെച്ച് ഉറങ്ങുന്ന സമയത്ത് കാറ്റ് പ്രതികൂലമായി കടന്നു വരുവാനിടയായി.
Our Lord Jesus Christ, when he was on this earth, was sleeping on a pillow at the stern of a boat after a long day of ministry. കഴിഞ്ഞ നാൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാര് ഈ കാറ്റിനെ കോളിനെ കണ്ടിട്ട് പേടിക്കുവാനിടയായി. അവരൊരിക്കലും ഹല്ലേലൂയ അതിനെ ശാസിക്കുവാനുള്ള ആ ദൈവശക്തി അവർ ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. The disciples who had seen so many miracles and signs in the past did not comprehend that Jesus had power over the wind. ആ സമയത്ത് യേശുവിനെ തട്ടി ഉണർത്തിട്ട് പറയാണ്, ഗുരു, നമ്മൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. So the disciples called to Jesus and said, "Teacher, do you not care that we are perishing?" സകലത്തിനുമേലും അധികാരമുള്ള കർത്താവ് ആദ്യം എഴുന്നേറ്റ് എന്ത് ചെയ്തു? കാറ്റിനെ ശാസിക്കുവാനിടയായി, കാറ്റെ അടങ്ങുക എന്ന് പറഞ്ഞു. And then Jesus, who has authority over all things, arose and rebuked the wind and said to the sea, "Peace, be still." അങ്ങനെ അത് അടങ്ങി, കാറ്റ് അമർന്ന് ശാന്തതയുണ്ടാകുവാനിടയായി. And the wind ceased and there was a great calm. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, നമ്മുടെ ജീവിതത്തിന് നേരെ, കുടുംബത്തിന് നേരെ, ഭാവിക്ക് നേരെ, ഹല്ലേലൂയ, ജോലിക്ക് നേരെ ഉയരുന്ന കാറ്റുകളുണ്ടല്ലോ, അതിനെ ശാസിക്കുവാൻ മറ്റാരെയും വിളിക്കേണ്ട. ഈ ദിവസങ്ങൾ നമ്മൾ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവകൃപയോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവിക അധികാരത്തോടെ അതിനെ ശാസിക്കുവാനിടയായി തീരും. I want to exhort the children of God who are hearing me, when the wind and when the evil spirits that strike against your life and your career and your future come against you, you do not need anyone else to rebuke it, but rather stay in holiness and purity and rebuke it yourself. യേശു ശിഷ്യന്മാരടുത്ത് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ ഭീരുക്കൾ ആയത് മുഖാന്തരമാണ് ഹല്ലേലൂയ ഇതിനെയൊക്കെ പേടിച്ച് പുറന്നത്. അത്രത്തോളം നമ്മൾ പുറകോട്ട് പോകുന്തോറും ഈ കാറ്റും തിരമാലയും നമ്മളെ ഒതുക്കാനിടയാകത്തുള്ളൂ. As Jesus said to his disciples, it is because of our fearfulness that the wind and the sea that is facing us in our lives is able to subdue us. ഇവിടെ യേശു പറയുന്നത്, നിങ്ങൾ ഭീരുക്കൾ ആകുന്നതെന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഇന്ന് പൽക്കാലം ഒരു ആത്മിക വിശ്വാസം, ഒരു ആത്മിക ധൈര്യമുണ്ടെങ്കിൽ ചിലതിനെ ശാസിക്കുവാനും ചിലതിനെ പുറത്ത് ആക്കുവാനും ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. Here Jesus says to his disciples, "Why are you so fearful? How is it that you have no faith?" Today, if you have a spiritual strength and courage, then you must realize that the Lord has given you authority over all the wind and the sea that is hurting you in your life. ഇവിടെ നമുക്ക് കാണുവാനിടയായി തീർന്നത് യേശുവിന് കാറ്റിനുമേൽ, പ്രകൃതിയുടെ മേൽ വലിയൊരു അധികാരമുണ്ട് എന്ന്. Here we can see that Jesus had complete authority over the wind, the sea and the nature itself. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങൾ വായിക്കാം. Let us go to Luke chapter 4 verses 38 and 39, please. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശീമോന്റെ വീട്ടിൽ ചെന്നു. ശീമോന്റെ അമ്മാവിയമ്മ കഠിനജ്വരം കൊണ്ട് വലിഞ്ഞിരിക്കയാൽ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശ്വാസിച്ചു. അത് അവൾ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. Now he arose from the synagogue and entered Simon's house. But Simon's wife's mother was sick with a high fever, and they made a request of him concerning her. So he stood over her and rebuked the fever, and it left her. And immediately she arose and served them. ഇവിടെ നമുക്ക് വായിക്കുവാനിടയായി തീർന്നത് യേശുവിന് രോഗത്തിന് മേലും അധികാരമുണ്ട് എന്ന്. Here we can see that Jesus had complete authority over all illnesses. ഹല്ലേലൂയ. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ചെന്നപ്പോൾ ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവന്റെ അമ്മായിമ്മ പനിയാൽ കഠിന ജ്വരത്താൽ ബാധിച്ച് കിടക്കുന്നത് കാണുവാനിടയായി തീർന്നു. Here we see that Jesus leaving a synagogue and entering Simon Peter's house and seeing his mother-in-law ill with high fever. ശിമോൻ ഹല്ലേലൂയ അവർക്ക് വേണ്ടി പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ സമയത്ത് യേശു കുനിഞ്ഞു നോക്കിയിട്ട് ആ ജ്വരത്തെ, ആ പനിയെ ശാസിച്ചതായിട്ട് കാണുന്നു. Here we see Jesus accommodating the request of his disciples and rebuking the fever. ആ സമയത്ത് തന്നെ അത് വിട്ടുമാറി അവൾ ഉടനെ എഴുന്നേറ്റ് അവന് ശുശ്രൂഷ ചെയ്തു. ഇന്ന് പലകാലം നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കാൻ കഴിയാതെ അനേക വിധമാകുന്ന രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ടിട്ട് പിശാച് പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുമ്പോൾ ഇന്ന് പലകാലം ഉയരത്തിലെ ശക്തി പ്രാപിച്ചിട്ട് ആ രോഗത്തെ ശാസിക്കുവാനുള്ള ദൈവകൃപ ഈ ദിവസം നമ്മൾ ഏറ്റെടുക്കുവാനിടയായി തീരണം. And immediately the fever left her. Today, if your illness is preventing you from serving the Lord, then you must ask the Lord for his rebuke over the illnesses, and he will make you capable of serving him faithfully. രോഗത്തിന്മേൽ അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതിനെ ശാസിക്കുവാൻ. The Lord has given you authority over illnesses so that you can rebuke it yourself. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. Let's go to Ephesians chapter 5 verse 11, please. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്.
and have no fellowship with the unfruitful works of darkness, but rather expose them. നമ്മൾ ഈ ലോകത്തിൽ അന്ധകാരം നിറഞ്ഞ ലോകത്തിലായിരിക്കുന്നത് ഈ സമയത്ത് അല്ല ഇരുട്ടിൻ്റെ അനേക പ്രവൃത്തികൾ അനേക കൂട്ടുകെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് നല്ലതെന്ന് പറഞ്ഞിരിക്കുവാനല്ല, വചനം വെച്ച് വായിച്ചിട്ട് അതിനെ ശാസിക്കുവാൻ, ഇരുട്ടിൻ്റെ അന്ധകാര ശക്തിയുടെ പിശാചിൻ്റെ അനേക കണികൾ കടന്നു വരുമ്പോൾ അതിനെ ശാസിക്കുവാൻ, അതിനെ കാണുവാനുള്ള ഉൾക്കരുത്ത് ദൈവമക്കൾക്കുണ്ടായിരിക്കണം. As you live in this world, you will see many unfruitful works of darkness in your life, but you should have no fellowship with them, but rather rebuke them with the scriptures and have no fellowship with them. പലപ്പോഴും നമ്മൾ അന്ധകാരത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂരിട്ടിലേക്ക് ഉള്ളിലേക്ക് പിശാച് നമ്മളെ വലിച്ചുകൊണ്ടുപോയി പിന്നെ ഒരിക്കലും പുറകോട്ട് കടന്നു വരാൻ കഴിയാതെ മദ്യത്തിനും മയക്കുമിനും അടിമയായി തീർന്നവരെ പോലെ പിശാച് പലപ്പോഴും പല വ്യക്തി ജീവിതങ്ങളെയും വലിച്ചുകൊണ്ട് പോകുവാൻ നോക്കുമ്പോൾ ഇന്ന് പൽക്കാലം ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്കല്ല വെളിച്ചത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി യേശു വെളിപ്പെടുവാനിടയായത്. If you reach any accommodation with the unfruitful works of darkness, it will drag you in, and your life will be no different than the drug and alcohol addicts. But rather stand strong in the scripture, and then you will have the authority to rebuke them out of your life. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കാം. Let's go to Hebrews chapter 12 verses 5 and 6 please. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളെ സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? And you have forgotten the exhortation which speaks to you as to sons. My son, do not despise the chastening of the Lord, nor be discouraged when you are rebuked by him. For whom the Lord loves he chastens, and scourges every son whom he receives. ഇബ്രായർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത് മകനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. കർത്താവിൻ്റെ ശിക്ഷ എന്ത് ചെയ്യരുത്? നിരസിച്ച് കളയരുത്. അവൻ ശാസിക്കുന്നതിൽ നമ്മൾ മുഷിഞ്ഞു പോവുകയും ചെയ്യരുത്. Here the author of the Hebrews says, my son, do not despise the chastening of the Lord, nor be discouraged when you are rebuked by him. എന്തുകൊണ്ട് ദൈവം നമ്മളെ ശാസിക്കുന്നു? അടുത്ത വാക്യത്തിൽ വായിക്കും, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന മുഖാന്തരമാണ്. Why does the Lord chasten us? Because he loves us. താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു, അല്ല കാണുവാനിടയായിത്തീരുന്നു. And the next line we read, and scourges every son whom he receives. എന്ന് നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങളും ഹല്ലേലൂയ ദൈവത്തോട് അടുത്ത് വരുവാൻ വേണ്ടി ശിക്ഷണത്തിൽ കൂടെ ഹല്ലേലൂയ ശാസ്ത്രത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തുന്നത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാണ്. We can see that if we endure the chastening of the Lord, God is dealing with you as with his sons, and it is a gateway to blessing. ശാസന തൽസമയത്ത് സന്തോഷമല്ലെങ്കിലും ദുഃഖമാണെങ്കിലും ഹല്ലേലൂയ എങ്കിലും പരിശീലനം കടന്നു വരുമ്പോൾ അതിലൂടെ കടത്തി വിട്ടിട്ട് പൊന്നുപോലെ നമ്മളെ പുറത്തു കൊണ്ടുവന്ന് ഹല്ലേലൂയ അനുഗ്രഹമുള്ളതാക്കി തീർക്കും ദൈവം. The days of chastening might be painful and difficult for you, but the Lord will bring you out from it and bless you. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. Let's go to Revelation chapter 3 verse 19 please. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. As many as I love, I rebuke and chasten. Therefore be zealous and repent. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മോട് സ്നേഹവും ഇഷ്ടമുണ്ടായത് മുഖാന്തരമാണ് ദൈവം നമ്മളെ ശാസിക്കുന്നത്. It is because the Lord loves us that he rebukes and chastens us. ദൈവം ഹല്ലേലൂയ ഇഷ്ടമുണ്ട് മുഖാന്തരം തനിക്ക് ഏറ്റവും പ്രിയമുള്ളവരെ അവൻ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ജാഗ്രതയായിരിക്കുക, ഒന്നുകൂടെ മാനസാന്തരപ്പെടുവാനിടയായി തീരണം. Here we see that whomever the Lord loves sincerely, he rebukes and chastens. Therefore we must be zealous and we must repent. ദൈവത്തിന്റെ ശാസന എന്ന് പറയുന്നത് ശരിയായ പാതയിലൂടെ നടത്തുവാനുള്ള ഉപാധിയാണ് ദൈവത്തിന്റെ ശാസന. The chastening of the Lord is a guide to walking in the right path. അതിനെ സ്നേഹത്തോടും വിനയത്തോടും നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ നടക്കുവാനിടയായി തീരും. If we accept his chastening with love then and humility, then we will receive the blessing that is reserved for us. ദൈവമക്കളായ നമ്മൾ ഓരോരുത്തർക്കും ദൈവത്തിന്റെ ശാസന ഏറ്റവും അനിവാര്യമാണ്. It is an absolutely essential ingredient of our life that we be chastened by the Lord at the appropriate times. അതിനെ വെറുക്കാതെ അതിനെ പുറകോട്ട് കളയാതെ സ്നേഹത്തോടും വിനയത്തോടും ദൈവകൃപയോടും അതിനെ സ്നേഹിക്കുക അത്രേ നമുക്ക് വേണ്ടിയത്. But do not hate the days of chastening, but rather accept it in love and humility and accept it completely. നമ്മൾ വായിച്ച സംഗീതത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 22-23 വാക്യങ്ങൾ വായിക്കാം. Let us go to the Psalm. Let us come back to the Psalm that we just read, and let us go to verse 21 and 22 please. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകുകയില്ല. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും.
ഇവിടെ കാണുവാനിടയായി തീർന്നു 20-23 സാംസ് 50 ഇവിടെ കാണാം, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. Here we read in Psalms 50 verses 22 and 23, "Now consider this, you who forget God, lest I tear you in pieces and there be none to deliver. Whoever offers praise glorifies me, and to him who orders his conduct aright, I will show the salvation of God." ദൈവം ആരെന്ന് മനസ്സിലായിട്ടും അറിഞ്ഞിട്ടും ആ ദൈവത്തിൻ്റെ വഴിയിലൂടെ പോകാതെ അതിനെ മറന്ന് വേറൊരു വഴി കൂടെ പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടി ഉണ്ടാകുവാനിടയായിത്തീരും. Here we are reminded that when you willfully deviate from the path that the Lord has given for you, even after having the knowledge of the right path, then the Lord will bring down his judgment on ദൈവത്തിൻ്റെ you. കോപം കടന്നു വരുമ്പോൾ ആരും വിടുവിപ്പാനും നമ്മുടെ കൂടെ കാണത്തില്ല. And when the judgment of the Lord comes into your life, there will be none to deliver. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവസാനത്തെ വാക്കിൽ വായിക്കുന്നത്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരും. ഞായറാഴ്ച കടന്നു വന്ന ദൈവമക്കൂടെ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നമ്മുടെ ആദരങ്ങളിൽ നിന്ന് ഇന്ന് പൽക്കാലം ദൈവത്തിന് കൊടുക്കുവാനുള്ളത് സ്തോത്രം എന്ന യാഗമാണ്. In the last line we read, "Whoever offers praise glorifies me." So let me remind you, children of God, what you have, the best thing that you have to offer to the Lord is the sacrifice of praise. അത് മാത്രമല്ല, നമ്മുടെ നടപ്പിനെ ക്രമപ്പെടുത്തുവാനിടയായിത്തീരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷയ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായിത്തീരും. But also, if you make your conduct correct before the Lord, then you will see the salvation of God. നമ്മൾ തലമുണക്കാൻ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. Let's bow our heads and let's pray to the തൻ്റെ Lord. നടപ്പ് ഇന്ന് പൽക്കാലം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ നടപ്പ്, നമ്മുടെ ഹല്ലേലൂയ പോക്ക്, നമ്മുടെ വരവ് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലായെന്ന് നമ്മളത് ചിന്തിച്ച് നോക്കാം. Let us examine ourselves to see if our conduct, if our going out and our coming in are right before the Lord. അത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ നമ്മൾ ഓടുന്നത്? Or is it according to your own heart? ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ ഇഷ്ടപ്രകാരം നിന്റെ വഴിയിൽ കൂടെ നടക്കുവാൻ എന്നെ സമർപ്പിക്കുന്നതെന്ന് പ്രാർത്ഥിക്കാം. Let us pray to the Lord. Lord, I submit myself to walk in the path that you have laid for me. ദൈവത്തിൻ്റെ ശാസന പലപ്പോഴും നമ്മൾ കേട്ടിട്ടും ഹല്ലേലൂയ അറിഞ്ഞിട്ടും തെറ്റായ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ട്. കർത്താവേ, നീ പലപ്പോഴും എന്നെ ശാസിച്ചു, എന്നെ അടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വഴിയിലൂടെ കടന്നു വരുവാൻ എന്നെ സമർപ്പിക്കുന്നതെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us pray to the Lord. Lord, I have often rebelled against you, and when you rebuke me, I want to submit myself once again before you. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന മുഖാന്തരമാണ്, ആഴമേറിയ സ്നേഹ മുഖാന്തരമാണ് വീണ്ടും നമ്മളെ ശാസിക്കുകയും അടിക്കുകയും ചെയ്യുന്നത്. It is because of the deep love that the Lord has for us that he continually rebukes us. ദൈവത്തിൻ്റെ പൈതങ്ങൾ മക്കളായത് മുഖാന്തരം ദൈവം നേരായ പാതയിലൂടെ നടത്തി നമ്മളെ ശിക്ഷിച്ച് അക്കരെ കനാൻ നാട്ടിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. The Lord wants to bring you into the path of righteousness through his rebuke and correction and take you to the place that is prepared for you for eternity. ഇസ്രായേൽ മക്കളും പലപ്പോഴും തെറ്റ് ചെയ്തപ്പോൾ അവരെ ദൈവം ശിക്ഷിക്കുവാനിടയായി തീർന്നു. The Lord corrected the children of Israel when they committed errors and sins. വീണ്ടും അവരെ ആഴമായി സ്നേഹിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തം പോലെ അവരെ അക്കരെ കനാൻ നാട്ടിൽ എത്തിച്ചു. And God fulfilled his promises regarding them and brought them at the right time to the promised land. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. നിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, കേട്ട വചനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, നിന്റെ രക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ. സ്വർഗത്തിൽ നീക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പലപ്പോഴും ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവേ, അതനുസരിക്കുവാൻ അതനുസരിച്ച് ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പലപ്പോഴും നീ ശാസിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തോട് അടുത്ത് വരുവാൻ, ദൈവത്തിൻ്റെ വഴി വിട്ട് പോകുവാനിടയാകല്ലേ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അനുഗ്രഹത്തിന് കാരണമാക്കണം. സ്വർഗ്ഗ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മളെ